അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഗേൾസ് ട്രിപ്പാണിത്. ഞാൻ, രാഖി, ലോല, സയ, പിന്നെ ഏമി. ഞങ്ങൾ 5 പേരുമാണ്. കാർ നിറച്ച് പെൺപിള്ളേർ. ഞങ്ങൾ ഇച്ചിരി പ്രായമുള്ള പെൺപിള്ളേർ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ക്ലൗഡ് സൈഡ് ക്യാമ്പ് സൈറ്റാണ്. അത് സോമർസെറ്റ്, വെസ്റ്റ് സോമർസെറ്റിലുള്ളൊരു ചെറിയ ഏരിയ ആണ്. അപ്പം ഇതാണ് എൻ്റെ റിസപ്ഷൻ. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ വെയിലുള്ള ഏരിയയിലാണ്. പക്ഷേ നമുക്കത് ഒരു അമേസിങ് മാറ്റിയൊരു സ്ഥലം കിട്ടും. കണ്ടു നോക്കണം. ടോയ്ലറ്റ് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ റിസപ്ഷൻ. കുന്നൻ ചെരുകൾ. അയ്യോ, ഞങ്ങളങ്ങനെ 4 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലെത്തി. ഞങ്ങൾ റിസപ്ഷനിൽ കയറി സംസാരിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു മലയുടെ താഴ്വാരത്ത് ഒരു പുഴയുടെ തീരത്തായിട്ട് ഞങ്ങൾ വീടെടുത്ത് വെച്ചേക്കുവാണ്. ഞങ്ങൾക്ക് വേണ്ടി സ്പോർട്സും എടുക്കാമായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ എന്നോർത്ത് എടുക്കാമായിരുന്നു. ഇപ്പം ഞങ്ങൾ 5 പേരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോഡ് എടുത്തേനെ. അല്ലല്ല അങ്ങനെ തന്നെ. എന്നിട്ട് എനിക്കൊന്ന് നടുക്കുന്ന് പൊക്കുമായിരിക്കുന്നത്. ഉൾവശം എവിടെയാ കടന്നു? ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ക്യാമ്പിംഗ് ഏരിയ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടെന്നോർത്താണ് ഞങ്ങളത് എടുത്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കുത്താനുള്ള കേബിൾ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ അത് നന്നായി. അപ്പം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ അരുവിയോട് ചേർന്ന് ഞങ്ങൾക്ക് സ്ഥലം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ താഴത്തേട്ട് നടന്ന് നോക്ക്, അവിടെ എന്തെങ്കിലും സ്പോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ, സെയിം ചാർജ് തന്നെയാണ്, എക്സ്ട്രാ ഒന്നും പേ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു സ്വപ്നത്തിൽ കണ്ട ഒരു സ്പോട്ട് തപ്പിയുള്ള യാത്രയാണിത്. എമീനെ ഇവിടെ സ്പോട്ടിലിരുത്തിയിട്ട് പോയേക്കുവാണ്. ഞങ്ങളുടെ സ്പോട്ടാണത്. അടിപൊളി, നല്ല സ്പോട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നു ഞങ്ങൾ ഉദ്ദേശം തന്നെ. വീഴത്തില്ലടി, ഒഴുകി പോത്തില്ല. ഹലോ, എനിവേ ഈ മൊത്തം സ്റ്റോറി ഞാൻ പറയാം. എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയതെന്നും ഞങ്ങൾ എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തിരുന്നത്. അപ്പം ലാസ്റ്റത്തെ ക്യാമ്പിങ് ബീച്ചിൽ കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എടുക്കുന്ന ക്യാമ്പിൽ ഞങ്ങൾക്ക് ഒരു അരുവി വേണം ഫ്രണ്ടിൽ, അല്ലെങ്കിൽ ഒരു പുഴ, ഒരു വാട്ടർ സോഴ്സ് വേണം. അങ്ങനെ തപ്പിയാണ് ഈ ക്ലൗഡ് ഫാം ക്യാമ്പ് സൈറ്റ് എന്ന് പറയുന്ന സ്ഥലം. എക്സ്മോർ, അതായത് ഡെവൺ, സോമർസെറ്റ്, ഇതിൻ്റെ എല്ലാം നടുക്കായിട്ട് അങ്ങാണ്ടാണ് ഈ സംഭവം. ഇതിൻ്റെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലും, ഒരു സൈഡിൽ താഴത്തായിട്ട് കടൽ, ഒരു സൈഡിൽ വലിയ മലകൾ, അങ്ങനത്തെ നമുക്ക് കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ബുക്ക് ചെയ്യുമ്പം നോൺ ഇലക്ട്രിക് ആയിട്ടുള്ള പിച്ച് നോക്കി എടുക്കുക. അതിന് പൈസയും കുറവാണ്. അതുപോലെ 6 പേരാണ് അവർ മാക്സിമം ഒരു പിച്ചിന് പറയുന്നത്. ഞങ്ങൾ 7 പേരായതുകൊണ്ട് ഞങ്ങൾ 2 എണ്ണം എടുത്തു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അവർ അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചെല്ലുന്നു, നമ്മൾ ആളുടെ പേരിൽ ചെക്ക് ചെയ്തെന്ന് പറയുന്നു, അവർ നമ്മളെ കയറ്റി വിടുന്നു. ഇത്ര പേരാണ്, ഹെഡ് കൗണ്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് 6 പേര് 7 പേരൊക്കെ ആണെങ്കിലും ഒരു ടെൻറ്റിനകത്ത് എല്ലാവരും കൂടെ കയറുമെങ്കിൽ 2 ടെൻറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയേക്കും. പക്ഷെ ഒരു ടെൻറ്റ് അടിക്കുന്നുള്ളെങ്കിൽ ടെൻഷനൊന്നുമില്ല, നമുക്ക് അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ രാത്രി അവർ ചെക്ക് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ഒരു 11 മണിയായപ്പോൾ ഇന്നലെ 11 മണി അതിന് മുന്നേ ഒരു സമയത്ത് അവർ ഒരു കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ അനധികൃതമായിട്ട് ആരെങ്കിലും അകത്ത് വന്ന് താമസിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ടൊന്ന് വന്ന് എല്ലാം ഒന്ന് റൗണ്ട് എത്തിയായിരുന്നു. നമ്മൾ ചോദിക്കത്തൊന്നുമില്ല, അവരുടെ ഒരു കമ്പ്യൂട്ടറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ വന്നു ചെക്കിൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു മാപ്പൊക്കെ എടുത്ത് തരും. എന്നിട്ട് നമ്മൾ എവിടെയാണ് പോകേണ്ടത്, നമ്മുടെ ഇങ്ങോട്ടാണ് മാറി നിൽക്കേണ്ടതൊക്കെ നമ്മളോട് പറഞ്ഞു തരും. ഇവിടെയാണ് നമ്മുടെ പിച്ച്. ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. അത് ആ ഷെയ്ഡ് ഒട്ടും ഉണ്ടാകാതെ എന്താ പറയുക, ഇലക്ട്രിസിറ്റി കിട്ടാനുള്ള സ്ഥലമായതുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറെ കാര്യം ചെയ്യും, നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രിസിറ്റി പവർ എടുക്കേണ്ട ഒരു കേബിൾ ഉണ്ട്. അത് ക്യാമ്പിംഗ് സൈറ്റിൽ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. ഒരു ഓറഞ്ച് കളർ പല കളറുകളും ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞങ്ങൾ അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഒരു പ്രത്യേക തരത്തിലുള്ള സംഭവം അത് കണക്ട് ചെയ്തിട്ടാണ് അവർ ഇലക്ട്രിസിറ്റി എടുക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണത് മറന്നു പോകരുത്. പിന്നെ അത്രയൊക്കെയാണ്. പിന്നെ രാത്രി എത്ര ഈ UK എവിടെ പോയാലും എത്ര നല്ല ചൂടാണെങ്കിലും പകല് രാത്രി ആകുമ്പോഴത്തേക്കും തണുക്കും. അപ്പം സ്ലീപ്പിംഗ് ബാഗുകളും തണുപ്പിനുള്ള എല്ലാ സാധനവും കൊണ്ടുവരിക, ഒരിക്കലും മറക്കരുത്. അതൊക്കെ മറന്നുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഒരുപാട് തണുത്ത് വിറച്ചു, ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം രാവിലെയാണ് ബുദ്ധി ഉണ്ടായത്.
കാറിനകത്ത് പോയിട്ട് പാർക്ക് ചെയ്യാന്ന്. പിന്നെ അതൊരു വലിയ ഫെസിലിറ്റി ആട്ടോ. നമുക്ക് കാർ ഇവിടെ തൊട്ടടുത്ത് കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ കാറിലേക്ക് കയറ്റാനും എടുക്കാനും ചുമന്നുകൊണ്ട് പോകണ്ട. അതൊരു വലിയ ഫെസിലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രാവിലെ ബോധോദയം ഉണ്ടായി കാറിൽ പോയി കിടന്നുറങ്ങിയാൽ പോയായിരുന്നു. അവിടെ ഇച്ചിരി ഹീറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കാറ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാറിനകം മുഴുവൻ ചൂടാവും. അന്നേരം അത് ഓർത്തില്ല. കുറേ നേരം എഴുന്നേറ്റ് ഇരുന്ന് ദിവാസ്വപ്നം കണ്ടോണ്ടിരുന്നു. സോപ്പാ പിള്ളേർ ഇവിടെ ഫ്രണ്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുക. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാത്രി തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാത്രമേ പ്രശ്നമുള്ളായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ. തണുപ്പിന് നമ്മൾ അതിന്റെ കാര്യങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഓക്കെ. നമ്മളൊന്നും എടുക്കാണ്ട് പോകുന്നോണ്ട് തണുത്ത് കുറച്ച് അതെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റി. ഞാൻ വിചാരിച്ച് വെള്ളമൊക്കെ വറ്റിപ്പോയിന്ന് കൊറേ ഇന്നലെ വന്ന അതിന്റെ ചൂട് കാരണം. കാര്യം കൊറേ നാളായിട്ട് നമ്മൾ രാത്രിയിലും ചൂടാണ്, പകലും ചൂടാണ്. അവിടെ ലണ്ടനിൽ കിടന്ന് ഉരുകുക. അന്നേരം ഇവിടെ വന്നിട്ട് തണുത്ത് കുറച്ച് ഒരു രാത്രി തണുത്ത് കുറച്ച് പോയി. കെട്ടിപ്പിടിച്ച് ഈ ലോലേനയല്ലേ ഞാൻ കെട്ടിപ്പിടിക്കണേ. അവന് അതിൽ നിന്ന് എന്തോരം ചൂട് കിട്ടും. സ്റ്റൂൾസ് മുഴുവനും ഇറങ്ങുവാണ്. ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ലേഡീസ് ട്രിപ്പ്, അതെ ഗേൾസ് ക്യാമ്പിങ്, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ അതെ ഒരിടത്ത് പോലും ഞങ്ങൾക്ക് തോന്നിയില്ല ഒരാണ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് ഒരാണെന്നും ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു. ഞങ്ങൾക്ക് ഒരിടത്ത് പോലും തോന്നിയില്ല. സക്സസ്ഫുള്ള്. അതായത് എല്ലാം അടിപൊളിയായിരുന്നു. ഇത്ര എൻജോയ് ചെയ്തിട്ടില്ല. ഫുള്ള് ഞങ്ങൾ കട്ട പോസിറ്റീവ് ആയിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒന്നും പറയാനും ഉണ്ടായിരുന്നില്ല. വന്നിറങ്ങിയപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് സങ്കടപ്പെട്ടെങ്കിലും അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയതൊരു ഹെവൻ ആയിരുന്നു. ഇതിനകത്ത് തന്നെയായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം ഇന്നലെ രാത്രി കയറിയപ്പോ തന്നെ ഒരു സമയമായി. പിന്നെ അതിന്റെ മതി മാറി കൊണ്ട് ഇറങ്ങാത്തത്. എന്നാലും ഞങ്ങളിപ്പോ കാല് നനച്ചുകൊണ്ട് ഇതിനകത്തിരിക്കുക. അപ്പൊ ഇനി ഞങ്ങൾ പോട്ടെ. ഇനി ഇവിടെ എവിടെയെങ്കിലും സ്ഥലങ്ങൾ റേഞ്ച് ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോൺ നോക്കിയിരിക്കാനൊന്നും വരണ്ട. ഇങ്ങോട്ട് ഒരു പുസ്തകമൊക്കെ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൊസ്റ്റാൾജി എടുത്ത് നേച്ചറിന്റെ സൗണ്ടൊക്കെ ഇട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണവർക്ക് മെഡിറ്റേഷൻ ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. പിള്ളേർ അങ്ങനെ നടന്നോളൂ കേട്ടോ. അവർക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അവരിപ്പോ പഠിച്ചു എവിടെയാ കുഴി, എവിടെയാ കല്ല്, എവിടെയാ പേടിക്കണ്ടെന്നുള്ളതൊക്കെ അവർ 2 ദിവസം കൊണ്ടൊക്കെ പഠിച്ചു. It was a 5 out of 5. 5 stars because there was like a lake and there was like a deep end and we played mermaids cosplay and it was so fun. But like I wish today we could have went a bit deeper into like deepish and so then we could like swim a bit. I wish we can go into the ocean one again, Amma. ഷാലോ ആയി പോയി, അവർക്ക് സ്വിം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതർവൈസ് ocean one again with Saya. നമുക്ക് നോക്കാം. നമുക്ക് റേഞ്ച് ഇല്ല ഇവിടെ അടുത്തൊക്കെ എന്നാ ഉള്ളതെന്ന് അറിയത്തില്ല. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് റേഞ്ച് ഉള്ള സ്ഥലത്ത് വന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ബൈ. I love the noodles. The noodles are good but they're very spicy. ക്യാമ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? Camping it was great. തണുപ്പ് രാത്രിത്തെ First not so great. First okay, no enter vaigat tanpai enter okay appo. I fell asleep in my mom's arms. Oh. Guys, അസാമാന്യ വ്യൂ, അസാമാന്യ വ്യൂ. എൻ്റെ മമ്മി നോക്കി ആ നീല നിറത്തിൽ കാണുന്ന മൊത്തം ഇതാണ്, സീ ആണ്. നോക്ക് രസമായിട്ട്. അടിപൊളി വ്യൂ, അടിപൊളി, ഒന്നും പറയാനില്ല. അയ്യോ ദൈവം എന്ത് രസമാണ്. ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാൻ കയറിയിരിക്കുക. ഹോട്ട് ആൻഡ് സ്പൈസി സ്ക്യൂട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാൻ എവിടെ ഇരിക്കും? സ്ക്യൂട്ടാണ്. Help me, Mama. She got it wrong. You said she got it wrong. You got it wrong. എവിടെ ഇടണ്ടേ?